വ്ളോഗ് ഒരു ന്യൂ ഇയർ വ്ളോഗാണ്. ഞങ്ങള് ന്യൂ ഇയറിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആണ് ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഞങ്ങൾ എല്ലാവരും ഡിസൈഡ് ചെയ്തു ഒരു പോട്ട്ലക്ക് ഡിന്നർ ആണ്. പോട്ട്ലക്ക് ഡിന്നർ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ഡിഷ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ കുക്ക് ചെയ്തത് ഒരു ഡെസേർട്ടാണ്. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഹോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്രിസ്റ്റി അഞ്ജു ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റിയുടെ അഞ്ജുയുടെയും വീട്ടിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ന്യൂ ഇയർ പാർട്ടി സ്റ്റാർട്ട് ചെയ്തത് പ്രെയറിലാണ്. കഴിഞ്ഞ ഒരു വർഷം ദൈവം ഞങ്ങൾക്ക് തന്ന എല്ലാ ബ്ലെസ്സിങ്സിനും ഒരു താങ്ക് യു പറഞ്ഞാണ് കേട്ടോ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രെയർ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ ബേസ്മെൻറ്റിലാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കിഡ്സ് ആണ് കേട്ടോ. ആദ്യം ഇപ്പം ഞങ്ങൾ കിഡ്സിൻ്റെ കൂടെ ഒക്കെ കളിച്ചു കേട്ടോ കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗെയിംസ് ആയിരുന്നു കേട്ടോ. Okay, the first one is called Foursquare. So we're gonna get 4 people and have the girls go first. You have to be blindfolded, and you have to march in place with the blindfold, but you have to stay in the square. So first is gonna be the girls. Okay, I get the boys. Then the boys. Go, march, knee high. ഫസ്റ്റ് ഗെയിം നമ്മൾ ആ സ്ക്വയറിന് പുറത്തു പോകാതെ 1 മിനിറ്റ് കണ്ണ് കെട്ടി മാർച്ച് ചെയ്യണം. Now take off your blindfold and look where you are. Take off your blindfold, time. So easy. I thought I was the start. And go. Look, look. ഇവിടെ ആരുമില്ലേ? Knees higher, knees higher. Time. Now take your blindfold off. Look at where everybody is. Ready, set, go. ജൂഡ് ഉണ്ട് ഇറങ്ങി നിന്ന് ബാക്കിലോട്ട് ചവിട്ടുന്നേ. ജൂഡ് കള്ളക്കളിയാ. ജൂഡ് കള്ളക്കളിയായിരുന്നു. എല്ലാ ഗെയിമും ജെൻസ് വേഴ്സസ് ലേഡീസ് ആയിരുന്നു. കഴിഞ്ഞ ഗെയിമിൽ ആരും ജയിച്ചില്ല, എല്ലാവരും സ്ക്വയറിന് പുറത്തുപോയി. ഈ ഗെയിമിൽ ഈ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കപ്പ് ഉണ്ടല്ലോ, കപ്പിന് മേളിലുള്ള ബോൾ താഴെ പോകാതെ ഓരോ കപ്പായിട്ട് അത് എടുക്കണം കേട്ടോ. എന്നിട്ട് എടുത്തിട്ട് അത് തിരിച്ച് അതുപോലെ തന്നെ ഈ കപ്പ് സ്റ്റാക്ക് ചെയ്ത് വെക്കുകയും വേണം. ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഇവരെല്ലാം നമ്മളുടെ ഫാമിലിയാണ് കേട്ടോ. ഏത് ഇവൻറ്റിനും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുവേ. ഇവരൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചതൊക്കെ കേട്ടോ. ഞാൻ USA വന്നു കഴിഞ്ഞ് ഇവരെല്ലാം പരിചയപ്പെടുന്നത്. സെക്കൻഡ് ഗെയിം ജെൻസ് വിൻ ചെയ്തേ. You're gonna re-stack it. തേർഡ് ഗെയിമിൽ ഈ കപ്പിൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന ബോൾസ് എല്ലാം നമുക്കൊരു ബ്ലോർ തന്നിട്ടുണ്ട്, അതേ കൂടി ഊതിത്തെറിപ്പിക്കണേ. എന്നിട്ട് തിരിച്ച് ഈ കപ്പ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ റീസ്റ്റാക്ക് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ ഈ ബോൾ തിരിച്ചു വെക്കണം. ബോൾ ഊതിത്തെറിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പിന്നെ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് തിരിച്ച് കണ്ടുപിടിക്കാനാണ് പാട് കേട്ടോ. കഴിഞ്ഞ ഗെയിമിൽ ജെൻസ് ജയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വാശിയായിരുന്നു ഈ ഗെയിമിൽ ഞങ്ങൾക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഈ ഗെയിമിൽ ലേഡീസാണ് വിൻ ചെയ്തത്. ഫൈനൽ ഗെയിമാണ് ഇത്. അപ്പോൾ ഈ ഗെയിമിന് കപ്പിൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന ബോൾ മുകളിലേക്ക് എറിഞ്ഞ് ആ കപ്പിനകത്ത് തന്നെ വീഴ്ത്തണം. അത് കഴിഞ്ഞ് അത് എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ തിരിച്ചും വെക്കണേ. അങ്ങനെ ഈ ഗെയിമും ഞങ്ങൾ ലേഡീസ് വിൻ ചെയ്തു കേട്ടോ.
അപ്പോൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ഡ്രിങ്ക്സിൻ്റെ ടൈമാണ്. ഇതാണ് ക്രിസ്റ്റി ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്റ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്റ്റിയുടെ സ്പെഷ്യൽ മാർഗരീറ്റ ഉണ്ടാക്കി തരുവാണേ. അത് മാർഗരീറ്റ കുടിക്കുന്നില്ലേ? ക്രിസ്റ്റി ഓരോരുത്തരുടെയും പേര് എഴുതി വെക്കുവാണ്. ഗ്ലാസ്സിൽ ആർക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം. കപ്പുകൾ മാറുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങൾ എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഞാൻ ഇവരുടെ എല്ലാം വീഡിയോ കുറേ നാൾക്ക് മുമ്പ് കുറച്ച് എടുത്തു വെച്ചായിരുന്നു. പക്ഷെ അത് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കംപ്ലൈന്റ് കേൾക്കാം. വരുന്നുണ്ടോ? എന്നെ ഇടും, ഞാൻ ഇങ്ങനെ വരും. ഒന്നും കണ്ടില്ല. വരും. അന്നത്തെ ലോകത്ത് ഞാൻ കണ്ടില്ല, ഇതുവരെ ഞാൻ കണ്ടില്ല. അന്നത്തെ ലോകം തമ്മിലാക്കുന്നൊക്കെ പറഞ്ഞാൽ ഇത് ജൂഡിൻ്റെ വായിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ജൂഡിനോട് ചോദിക്കേ ജൂഡിൻ്റെ ഹെയറിന് എന്താ ഇത്ര തിക്നെസ്, എന്താ സീക്രട്ട് എന്ന് കേട്ടോ. ജൂഡ് മാത്യു, എന്റെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് പറഞ്ഞേ, എന്തോ ഈ മുടിയുടെ രഹസ്യം? പൈസ ജോഷ് എന്തോ ഉണ്ടെന്നേ പോട്ട്ലക്ക് ഡിന്നറിന് ഇപ്രാവശ്യം? ഞാൻ കൊണ്ടുവന്ന് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചിക്കൻ 65 സ്പെഷ്യൽ കഴിച്ചിട്ട് നോക്കണമല്ലോ. ഞെട്ടും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഓരോ പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ ഫുഡിൻ്റെ ടൈമായിരുന്നു കേട്ടോ. ഓരോരുത്തരും കൊണ്ടുവന്ന ഡിഷസാണ് ഇതെല്ലാം കേട്ടോ. എഗ് പഫ്സ് ഉണ്ടായിരുന്നു, പിന്നെ സമോസ ഉണ്ടായിരുന്നു, തായ് നൂഡിൽസ് ഉണ്ടായിരുന്നേ, കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, ചില്ലി ഫിഷ് ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് ഞാൻ കൊണ്ടുവന്ന പുഡിങ്ങാണ് കേട്ടോ. ഏതാണ്ട് 10:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഉണ്ടായിരുന്നു സംസാരിക്കാനും ഒക്കെ. ഇത് എൻ്റെ പുഡിങ് അഖിൽ ട്രൈ ചെയ്യണം. അഖില് ഒളിച്ചെടുത്ത് കൊച്ചും കൂടെ ചോക്ലേറ്റ് കഴിച്ചു വെക്കുമല്ലോ. അല്ലേ, അതല്ലേ പണി. വീട്ടിലെ ഫുഡെല്ലാം തീർക്കുന്നു പിള്ളേരുടെ. പാപ്പം കഴിക്കണേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഞങ്ങൾ ന്യൂ ഇയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇത് 12 grapes of luck. ഇപ്പോഴത്തെ ഒരു ടിക്ടോക്ക് ട്രെൻഡാണ് കേട്ടോ ഇത്. This is 12 grapes of luck that you're supposed to eat for each of the months. So next year will be prosperous and full of luck. Nice. അപ്പോഴത്തേക്കിന് 11:50 ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും താഴെ ബേസ്മെൻറ്റിലേക്ക് തിരിച്ചു പോയി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളെല്ലാവരും ന്യൂ ഇയർ ഫോട്ടോ ബൂത്ത് പ്രോപ്സ് ഒക്കെ വെച്ച് ന്യൂ ഇയറിന് വേണ്ടി റെഡിയായി കേട്ടോ. അപ്പോഴത്തേന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഒരു ട്രഡീഷൻ ഉണ്ട്. 12 grapes കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ലക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 12 grapes കഴിച്ചോണ്ടിരിക്കുക. അവരെല്ലാം കഴിക്കാൻ വേണ്ടി എടുക്കുവാണ് കേട്ടോ ഗ്രേപ്സ്. ഈ 12 grapes വന്നാൽ ഞാൻ നാളെ നേരത്തെ കഴിച്ചായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ബാക്കി 8 എണ്ണം കഴിച്ചാൽ ഗുഡ് ലക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ന്യൂ ഇയർ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചിൽഡ്രൻസ് ബൈ ഫ്രം യുവർ മിൻറ്റേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ.